ഹായ് ഫ്രണ്ട്സ്, ഇസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലെഹങ്ക ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ക്രോപ്പ് ടോപ്പിൻ്റെ വേറൊരു മോഡൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, നെക്കിൻ്റെ താഴത്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് സിഗ്സാഗ് പാറ്റേണിൽ നമ്മൾ കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട്സ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് നോർമൽ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുവാണേ വേണ്ടത്. അപ്പം നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഒരു ലൈനിൽ ഇതുപോലെ ലൈൻ വരയ്ക്കുക, താഴെ സിഗ്സാഗ് പാറ്റേൺ വരയ്ക്കുക. നെക്സ്റ്റ് ലൈനിൽ നമ്മളിതുപോലെ കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ സിഗ്സാഗ് പാറ്റേൺ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ക്രോപ്പ് ടോപ്പിന് എത്രയാണ് ലെങ്ത് എടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം മാർക്ക് ചെയ്ത് പോകുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചും നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ ഈ ലൈനിൽ നമ്മളിതുപോലെ കട്ട് ബീഡ് വെച്ച് കറക്റ്റായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരുന്നുണ്ട്. താഴത്ത് 2 കട്ട് ബീഡ് വീതം സിഗ്സാഗ് പാറ്റേണിൽ ചെയ്ത് പോരുന്നുണ്ട്. ഈ റൗണ്ട്സിൽ ഗോൾഡൻ ബീഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഈ 2 ബീഡ്സ് മാത്രം മതി കേട്ടോ. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ഗോൾഡൻ റൗണ്ട് ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ സ്വിങ് ത്രെഡ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. നല്ലൊരു പാർട്ടി വെയർ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വരച്ചിരിക്കുന്ന ലൈനിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ഓരോ കട്ട് ബീഡ് വീതം ചെയ്ത് പോരേണ്ടതാണ് കേട്ടോ. അതിൻ്റെ താഴത്താണ് നമുക്ക് 2 കട്ട് ബീഡ് വീതം സിഗ്സാഗ് പാറ്റേണിൽ ചെയ്ത് പോരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൈന് ഫുള്ള് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോയാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സിഗ്സാഗ് പാറ്റേണിൽ 2 കട്ട് ബീഡ് വീതം ചെയ്ത് പോരുവാണേ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ളും സിഗ്സാഗ് പാറ്റേണിൽ ചെയ്ത് പോരേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുമ്പോൾ ഈ റൗണ്ട്സ് വരച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഗോൾഡൻ ബീഡ് വെച്ച് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ.
അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6 ഗോൾഡൻ ബീഡ് എടുത്ത് കറക്റ്റായിട്ട് എൻ്റെ റൗണ്ട് ഷേപ്പിന് വെച്ച് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഫസ്റ്റ് ലൈനിൽ നമ്മളിതുപോലെ കട്ട് ബീഡ് വെച്ച് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലൈനിൽ നമ്മൾ സിഗ്സാഗ് പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെയർ വരുമ്പോൾ നമ്മളിതുപോലെ ഗോൾഡൻ ബീഡ് വെച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താണോ ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്ത് പോരേണ്ടത്. അപ്പോൾ യോക്ക് ഫുള്ളും ഇതുപോലെ സെയിം വർക്ക് തന്നെയാണ് ചെയ്ത് പോരേണ്ടത്. 2 സ്ലീവും ഈ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. നമുക്കിത് സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. ഈ വർക്ക് നമ്മളൊരു ബുട്ടിക്കിലൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.